കൊതുക് അത്രത്തോളം ഇല്ലെങ്കിൽ പോലും ഈച്ചയുടെ ശല്യം ഇച്ചിരി രൂക്ഷം തന്നെയാണ് കേട്ടോ. അവസാനം ഞാനൊരു ഈ ഒരു പൊട്ടിക്കുന്ന ബാറ്റ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പം അതെടുത്ത് ഈച്ചനാട്ടലാണ് ഞങ്ങളുടെ പരിപാടി കേട്ടോ. ഇന്നത്തെ ഇവരുടെ കാര്യങ്ങളൊക്കെ ഏറെക്കുറെ സെറ്റ് ആക്കിയതിന് ശേഷം ഞങ്ങളെല്ലാവരും കൂടി ജസ്റ്റ് പുറത്ത് പോവാണ്. പുറത്ത് പോകാമെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മളെ ശങ്കരീൻ്റെ മുഖം കേട്ടോ നിങ്ങളിപ്പോൾ കണ്ടിട്ടുള്ളത്. വൈകാതെ നമ്മൾ ഇറങ്ങി ഏകദേശം ഒരു 4:30 കൂടിയിട്ടാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. വേറെ എങ്ങോട്ടും അല്ല, നമ്മുടെ തൊട്ടടുത്തുള്ള മിനിയൂട്ടിക്കാണ് കേട്ടോ. മിനിയൂട്ടി ഒരുപാട് അങ്ങോട്ട് മാറി കേട്ടോ. നമ്മുടെ വീടിൻ്റെ അടുത്ത് എത്തിച്ചെല്ലാൻ പറ്റുന്ന ഒരു ടൂറിസ്റ്റ് പ്ലേസ് എന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ. ഈ ഒരു വാട്ടർ തീം പാർക്കിലൊക്കെ കുട്ടികൾക്കും വലിയവർക്കൊക്കെ അടിച്ച് പൊളിക്കാം കേട്ടോ. വെക്കേഷൻ കിഡിലാക്കുക എന്നുള്ളതിന് ഒരു സംശയം വേണ്ട കേട്ടോ. ജസ്റ്റ് 30 രൂപ കൊടുത്ത് നമുക്കിതിൽ എൻട്രി ചെയ്യാവുന്നതാണ്. നമുക്ക് ഏതൊക്കെയാണോ കയറി കളിക്കേണ്ടത് അതിന് പിന്നെയും പേയ്മെൻറ്റ് കൊടുത്ത് ഇങ്ങനെ കളിക്കാം കേട്ടോ. ഈ ഒരു വാട്ടർ തീം പാർക്കിന് ഒരാൾക്ക് 200 രൂപയാണ്. അത് നഷ്ടമായിട്ടൊന്നും എനിക്ക് തോന്നിയില്ല, കാരണം വി ഹാവ് അൺലിമിറ്റഡ് ഫണ്ട്. അതിൽ കിടുമായിരുന്നു, ഒന്നും പറയാനില്ല. ഞങ്ങൾ ഒരുപാട് നാളുകൾക്ക് ശേഷം അങ്ങോട്ട് ആർത്തുല്ലസിച്ചു എന്ന് വേണമെങ്കിൽ പറയാമല്ലോ. ഞങ്ങൾ മാത്രമല്ല കേട്ടോ, ഞങ്ങളുടെ കൂടെ വേറൊരു പൈതലുണ്ടായിരുന്നു. ആൾക്ക് വേണ്ടിയിട്ടാണ് കാര്യമായിട്ട് കൊണ്ടുപോയെങ്കിൽ എന്നുണ്ടെങ്കിൽ പോലും ഞങ്ങളാണ് ഒന്നുകൂടെ അങ്ങോട്ട് പൊളിച്ചതെന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ. പക്ഷേ ആളെ പൊളിക്കൊരു കുറവും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. ആളും കിടന്ന് അങ്ങോട്ട് കളിക്കുകയായിരുന്നു കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു. സത്യം പറയുകയാണെന്നുണ്ടെങ്കിൽ അവളുടെ ഒരു ഫോട്ടോ എടുക്കാൻ പോലും ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല. അവൾ അവളുടേതായ ലോകത്തായിരുന്നിട്ടുണ്ടായത്. അവസാനം പക്ഷേ അതൊന്ന് കയറ്റാൻ ഞങ്ങൾ പെട്ടൊരു പാടെ. ഞങ്ങൾ മാത്രമല്ല, അവിടെയുള്ള എല്ലാവരും കുട്ടികളെ ഇന്ന് കയറ്റാൻ വേണ്ടി കുറച്ച് ബുദ്ധിമുട്ടുന്നുണ്ട് കേട്ടോ. എത്ര പറഞ്ഞിട്ടും ആളങ്ങോട്ട് വെള്ളത്തിൽ നിന്ന് വരുന്നില്ലായിരുന്നു. അവസാനം തൊട്ടപ്പുറത്ത് വേറൊരു പാർക്കുണ്ട്, ഇവിടുന്ന് കയറി ഡ്രസ്സൊക്കെ മാറ്റിയിട്ട് വേണം നമുക്ക് അങ്ങോട്ട് പോകാനെന്നൊക്കെ പറഞ്ഞ് പറ്റിച്ചിട്ടാണ് പെണ്ണിനെ ഞങ്ങൾ ഈ ഒരു സ്വിമ്മിംഗ് പൂളിൽ നിന്ന് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. വാട്ടർ തീം പാർക്കിൽ നിന്ന് ഇറങ്ങിയ ഉടനെ തന്നെ പുറത്ത് വേറെ കുറച്ച് കുട്ടികൾക്ക് കളിക്കാനുള്ള ആക്ടിവിറ്റീസൊക്കെ ഉണ്ടായിരുന്നു. അതിലും ഞങ്ങൾ അവരെ കുറച്ച് നേരമൊക്കെ കളിപ്പിച്ചു. ഇത് മാത്രമൊന്നുമല്ല കേട്ടോ, 3D ഹൗസ്, മിറർ ഹൗസ്, ഗോസ്റ്റ് ഹൗസ്, ഇല്യൂഷൻ റൂം, അങ്ങനെ ഒരുപാട് ആക്ടിവിറ്റീസ് ഇവിടെ നമ്മളെ കാത്തിരിക്കുന്നുണ്ട് കേട്ടോ. ഈ ചെറിയ വയ്യായും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് വാട്ടർ തീം പാർക്കിലേക്ക് ആളെ ഇറക്കിയിട്ടില്ലായിരുന്നു. ആൾ അമ്മയുടെ കയ്യിൽ തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ ഇവിടെ ഊഞ്ഞാലും കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ അമ്പാടിയോട് ആക്റ്റീവായിട്ടോ. അപ്പോൾ കുറച്ച് സമയം നമ്മൾ അമ്പാടീനെയും ബാമീനെയൊക്കെ ഒന്നുകൂടെ അവിടെ കളിപ്പിച്ചു. നല്ല രസമാട്ടോ ഇവരെ കൂടെ ഇങ്ങനെ സമയം ചിലവഴിക്കാൻ വേണ്ടിയിട്ട്. അത് കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ നേരെ 3D കാണാൻ വേണ്ടി കയറി. അടീനെയും ബാമീനൊക്കെ കൂട്ടിയിട്ടായിരുന്നു കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ. കുറച്ച് കഴിഞ്ഞപ്പോൾ ബാമിക്ക് ചെറിയ രീതിയിൽ പേടിയും കാര്യങ്ങളൊക്കെ ആയപ്പോൾ നമ്മൾ ഇറങ്ങി കേട്ടോ. അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ അങ്ങോട്ട് പുറത്തിറങ്ങി പോകാമെന്ന് പറഞ്ഞപ്പോഴാണ് വേറൊരു കാര്യം ഓർത്തത്. ഇതേ എൻട്രി ടിക്കറ്റ് തന്നെ മതി നമ്മുടെ അപ്പുറത്തുള്ള ഹിൻലാൻഡിൽ കയറാനും. പിന്നെ എന്തായാലും ജസ്റ്റ് ഒന്ന് കയറാമെന്ന് വിചാരിച്ചിട്ടാട്ടോ നമ്മൾ കയറിയിട്ടുണ്ടായിരുന്നത്. അവിടെ കയറിയപ്പോൾ എന്തൊക്കെയോ മാറ്റങ്ങൾ എവിടേക്കോ ഉള്ള പോലെയൊക്കെ തോന്നുന്നു. ഒന്നും അറിയില്ല, ഇനി മറ്റതും കൂടി ഇതും കൂടി ജോയിൻ്റ് ആയതുകൊണ്ടാണെന്ന് അറിയില്ല. പണ്ട് ഞാൻ വന്ന് അടിച്ച് പൊളിച്ചതിനെയും കാട്ടി കൂടുതൽ തവണ ചെയ്യാനുള്ളൊരു ഒരുപാട് സജ്ജീകരണങ്ങൾ നമ്മളെ ഹിൻലാൻഡിലുണ്ട് കേട്ടോ. അടിപൊളി. ഇപ്പോഴത്തെ ഞങ്ങൾ ഏകദേശം ഒരു 4-5 മണിക്കൂർ അവിടെ ചിലവഴിച്ചതിൽ ഒന്നും പറയാനില്ല. നമ്മൾ ആ ഒരു യന്ത്രൂഞ്ഞാലിലൊക്കെ ആടുമ്പോൾ മിനിയൂട്ടിയിൽ നിന്ന് നമ്മുടെ നാട്ടിലേക്ക് കാണുന്ന ആ ഒരു കാഴ്ചയൊക്കെ ഉണ്ടല്ലോ, അയ്യോ അടിപൊളി. ഒരുപാട് നാളുകൾക്ക് ശേഷം അങ്ങോട്ട് സന്തോഷിച്ചു കേട്ടോ. സത്യം പറഞ്ഞെങ്കിൽ ആ കുറച്ച് നേരം നമ്മൾ വേറെ എവിടെ ടൂറിസ്റ്റ് പ്ലേസിലാണെന്ന് വരെ തോന്നിപ്പോയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ആരും മറക്കണ്ട, നമ്മുടെ തൊട്ടടുത്ത് ഇതുപോലെ നല്ല അടിപൊളി ടൂറിസ്റ്റ് പ്ലേസ് ഉണ്ടെങ്കിൽ മിസ് ചെയ്യരുതല്ലോ. പിന്നെ അപ്പുറത്തുനിന്ന് ഇപ്പുറത്തുനിന്ന് ചായയൊക്കെ കുടിച്ചതിന് ശേഷമാണ് ഞങ്ങൾ വീട്ടിലെത്തിയത്.